അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ 2 റേഷ്യോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2 ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. അതായത് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ സൈഡ്സ് തമ്മിൽ റേഷ്യോ ഉണ്ട്. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ 1:1:√2 എന്നാണ്. റൈറ്റ്. അപ്പോൾ 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് 1, 90യുടെ ഓപ്പോസിറ്റ് √2. ഗ്രേറ്റ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ വേറെ ട്രയാങ്കിളിനെ കുറിച്ച് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് 30, 60, 90 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചിട്ടായിരുന്നു. ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ അവിടെയും ഒരു റേഷ്യോ ഉണ്ട്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെയാണ് ആംഗിൾസ് എങ്കിൽ അവരുടെ റേഷ്യോ 1:√3:2 എന്നാണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിളും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു, അതായത് നമ്മൾക്ക് ഇവിടെ ചില ആംഗിൾസിനെ കുറിച്ച്, അപ്പോൾ സൈഡ്സ് അല്ലേ, ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് ഈ രൂപത്തിലൊക്കെ ആണെങ്കിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 എന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? അവരുടെ സൈഡ്സ് തമ്മിൽ റേഷ്യോ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അല്ലേ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 30യും 60യും ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ റേഷ്യോ 45 ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ റേഷ്യോ കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ജനറൽ ആയിട്ട് ഇപ്പോൾ ഞാൻ വേറൊരു ആംഗിൾ എടുത്തു, ഒരു 50 ഡിഗ്രിന്ന് എടുത്തു. ഇതിനൊക്കെ ഇതുപോലെ റേഷ്യോസ് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ഡിഗ്രിന്ന് എടുത്തു. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇവരുടെ സൈഡ്സ് തമ്മിലും ഒരു റേഷ്യോ ഉണ്ടാവില്ലേ? അല്ലെ, ആ ട്രയാങ്കിൾസിലെ സൈഡ്സ് തമ്മിലൊരു റേഷ്യോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഓരോ ആംഗിളിനും നമുക്കിങ്ങനെ ബൈ ഹാർട്ട് ഓരോരോ റേഷ്യോകളായിട്ട് പഠിക്കൽ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ പഠിച്ചത് ഇത്രയും ആംഗിൾസിനെ നമ്മൾ പഠിക്കാൻ കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ട്രയാങ്കിൾസ് ആണ്. 45, 45, 90 ഡിഗ്രി, 30, 60, 90 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം, ഇത് കാണാതെ പഠിക്കണം. ഓക്കെ. ശരിക്ക് എല്ലാ ട്രയാങ്കിൾസിനും എല്ലാ ആംഗിൾസിനും റേഷ്യോ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള പുതിയ മെഷേഴ്സ് നമ്മളിങ്ങനെ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേഷ്യോ സുഖമായി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ട്രിഗണോമെട്രിക് റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ട്രയാങ്കിളിൻ്റെ പോലും നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം ജസ്റ്റ് അതെങ്ങനെയാണ് ആ റേഷ്യോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് നമ്മൾ ജനറൽ ആയിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഷുഡ് ബി അല്ലേ, മസ്റ്റ് ബി 90 ഡിഗ്രി. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. ഇനി ഇവിടെ എന്തോ ആവട്ടെ, ഞാൻ ഇവിടെ ഒരു ആംഗിൾ ഫിക്സ് ചെയ്യാണ് എക്സ് ഡിഗ്രി. എക്സ് എന്ന് പറയുന്നത് എന്തോ ആവാം, വേണമെങ്കിൽ 30 ആവാം, 60 ആവാം, 50 ആവാം, 10 ആവാം, 20 ആവാം, എന്തോ ആവാം. അപ്പോൾ അതുകൊണ്ട് ജനറൽ ആയിട്ട് ഞാൻ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇനി ഈ എക്സിനെ റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡ്സിന് പേര് കൊടുക്കുകയാണ്, ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ്, എ ബി സി എന്നിങ്ങനെ പേര് കൊടുത്തു. ഇനി ഈ എക്സിനെ റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സൈഡിനും പേര് കൊടുത്തൂടെ. എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ എക്സിനെ നമ്മൾ വിളിക്കും ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ പി സി എന്ന് പറയുന്നത് എപ്പോഴും വലിയ സൈഡാണ്. അതിനെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന മാതിരി തന്നെ ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കും. ഓക്കെ, ഹൈപ്പോട്ന്യൂസ്. പിന്നെ ബാക്കിയുള്ളത് എ ബി. എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് എക്സിനോട് ചേർന്ന് കിടക്കുന്ന ഹൈപ്പോട്ന്യൂസ് അല്ലാത്ത സൈഡ്. അതിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കും കേട്ടോ. അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ആദ്യം ഇങ്ങനെ നെയിം കൊടുക്കാൻ പഠിക്കുക. അപ്പോൾ ഇത് നമ്മൾ റെഫറൻസ് എടുക്കുന്ന എക്സിനനുസരിച്ച് മാറും കേട്ടോ. ഇനിയിപ്പോൾ ഒരാൾ റെഫറൻസ് ഇങ്ങനെ എടുത്ത് വിചാരിക്കുക, അതായത് അയാളെ എക്സ് കിടക്കുന്നത് ഇവിടെയാണെങ്കിൽ അപ്പോൾ ഹൈപ്പോട്ന്യൂസിന് മാറ്റം ഉണ്ടാവില്ല. ഹൈപ്പോട്ന്യൂസ് എപ്പോഴും വലിയ സൈഡ്. ഓക്കെ, വലിയ സൈഡ് ഇതാണ് ഹൈപ്പോട്ന്യൂസ്. ഇനി ഇതിൽ ഓപ്പോസിറ്റ് ആരാണ്? എക്സിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? എക്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ഒരു സൈഡാണ്. റൈറ്റ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമ്മളെ എക്സ് എടുക്കുന്നതിനനുസരിച്ച് അത് മാറുകയും നമ്മൾ ആംഗിൾ എവിടെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സൈഡ്സിന് പേര് കൊടുക്കുക. അപ്പോൾ ഇതെന്താവും? അഡ്ജസൻറ്റ് സൈഡ് ആവും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നമ്മൾ ഫിക്സ് ചെയ്ത നമ്മളെ റെഫറൻസ് ആയിട്ടുള്ള ആംഗിളിനനുസരിച്ചിട്ടാണ് നമ്മൾ സൈഡ്സിന് പേര് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് റേഷ്യോസ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ 2 റേഷ്യോസിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ്
സൈൻ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഓഫ് ദിസ് എക്സ് ഡിഗ്രി, അതായത് നമ്മൾ ഈ ഡിഗ്രിക്ക് ആംഗിളിനാണ് എന്ത് പറയുക സൈൻ ഡിഫൈൻ ചെയ്യുന്നത്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ഓപ്പോസിറ്റ് സൈഡിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഏതാണ് വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ എക്സ് കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയട്ടോ, കറക്റ്റ് ഒന്നല്ല. 50 ഡിഗ്രിയും ഇവിടെ ഒരു 2 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു 5 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു 3 സെൻറ്റിമീറ്ററും തന്നു വിചാരിക്കുക. അപ്പോൾ സൈൻ 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ 50 ഈസ് ഈക്വൽ ടു 50യുടെ ഓപ്പോസിറ്റ് ആരാ? 2 സെൻറ്റിമീറ്റർ അല്ല ഇക്വേഷൻ. ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 2 ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാ? 5. അപ്പോൾ 2/5 ആണ് സൈൻ 50. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് എന്ത് നോക്കാം? കോസ് എന്ന് നോക്കാം. അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞ ഒരു റേഷ്യോ കൂടെ ഉണ്ട്. കോസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഹൈപ്പോട്ടന്യൂസ് തന്നെ കേട്ടോ. രണ്ടാണെങ്കിലും ഡിനോമിനേറ്ററിൽ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ് ഉണ്ടാവുക. മുകളിൽ കോസ് ആകുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ആവും കേട്ടോ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ത്? കോസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ട്രയാങ്കിൾസിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ പഠിച്ച ട്രയാങ്കിൾ ഏതായിരുന്നു? 45, 45, 90 അല്ലേ? അപ്പോൾ 45, 45, 90 ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ 1:1:√2. അതായത് 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് 1, പിന്നെ √2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൈൻ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ സൈൻ 45, ഈ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് 45 ആണെങ്കിൽ എടുക്കാം. 2 45 ഉണ്ട്. സപ്പോസ് നമ്മൾ ഇഷ്ടമുള്ളത് ഏതെടുത്തെങ്കിലും സെയിം ആൻസർ ആയിട്ട് ഈ 45 എടുത്തു അല്ലേ? ആംഗിളിന് റെസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ സൈൻ 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ opposite by hypotenuse. Opposite is 1, hypotenuse is √2. Therefore, sin 45 is 1/√2. Similarly, cos 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ cos 45ൻ്റെ adjacent is 1, hypotenuse is again √2. Therefore, cos 45 is also 1/√2. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് 45ൻ്റെ സൈനും കോസും കിട്ടി. ഇനി ഇതുപോലെ നമുക്കറിയാവുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഏത് 30, 60, 90. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇത് 60 ഡിഗ്രി 30 ഡിഗ്രി 90 ഡിഗ്രി ഈ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ റേഷ്യോ എന്തായിരുന്നു? 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, ക്ലിയർ. 90യുടെ ഓപ്പോസിറ്റ് 2. അപ്പോൾ ഇനി നമുക്ക് ആദ്യം 30യുടെ കണ്ടുപിടിച്ച് നോക്കാം. സൈൻ 30 എന്ത് ചെയ്യും? സൈൻ 30 ഡിഗ്രി കിടക്കുന്നത് ഇവിടെയാണ്. 30യുടെ ഓപ്പോസിറ്റ് വരുന്നത് 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 2. അപ്പോൾ സൈൻ 30 ഈസ് 1/2. ഇനി കോസ് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസൻ്റ് എന്താണ്? √3 അല്ലെ? പെർപെൻഡിക്കുലർ ആയ മറ്റൊരു സൈഡ്, അത് √3 ആണ്. ഹൈപ്പോട്ടന്യൂസ് അഗെയിൻ 2, √3/2. ഇനി നമുക്ക് അടുത്തത് 60യുടെ നോക്കാം, റൈറ്റ്? അപ്പോൾ സൈൻ 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ് നമ്മൾ നോക്കുന്നത്. സൈൻ 60 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 60യുടെ ഓപ്പോസിറ്റ് √3, ഹൈപ്പോട്ടന്യൂസ് 2 തന്നെ. അപ്പോൾ √3/2. കോസ് 60 എന്ത് വരും? കോസ് 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ്, 60യുടെ അഡ്ജസൻറ്റ് 1 ആണ് അല്ലെ? ഓപ്പോസിറ്റ് അല്ലാത്ത പെർപെൻഡിക്കുലർ സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് 2 തന്നെ, 1/2. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റിയത്? നമുക്ക് ഈ റേഷ്യോ അറിയുന്നത് കൊണ്ടാണ്. 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ 1:1:√2 എന്നും, അതുപോലെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ 1:√3:2 എന്നുമാണ്. ഇതറിയാവുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ സാധിച്ചത്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാവുന്ന ഈ ആംഗിൾസിൻ്റെ 45ൻ്റെയും 60ൻ്റെയും 30യുടെയൊക്കെ നമ്മൾ സൈനും കോസും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഈ ആംഗിൾ ആണെങ്കിൽ അവിടെ സൈനും കോസൊന്നും തന്നോളണമെന്നില്ല. അതുകൊണ്ട് ഈ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെ സൈഡ് ഒരു ട്രയാങ്കിൾ വരച്ചൊക്കെ ഈ റേഷ്യോ അറിയാവുന്നതുകൊണ്ട് നമുക്കിത് എഴുതാം. പിന്നെ ഇക്വേഷൻ അറിയാലോ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് പഠിക്കുക. സൈൻ 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√2, കോസ് 45ഉം 1/√2. ക്ലിയർ? ഈ സൈൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2, കോസ് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2. ക്ലിയർ? ഇനി ഇതുപോലെ സൈൻ 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2, കോസ് 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2.
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ സെക്ഷനും ഏറെക്കുറെ ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് നോക്കാം കേട്ടോ. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് പഠിക്കാനാണോ നമ്മൾ ഈ സെക്ഷൻ പഠിക്കുന്നത്? അല്ല, നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പോൾ ഏതൊരു ആംഗിളിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളോട് sin 50 ഒക്കെ ആവും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ sin 50 എന്നൊക്കെ തരും. അപ്പോൾ ഈ sin 50 ഒന്നും നമുക്കറിയില്ല അല്ലേ. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ട്രയാങ്കിൾ ഉണ്ടാവുന്നതുകൊണ്ട് റേഷ്യോ പറയാൻ പറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ വേറെ ഈ ആംഗിൾസ് അല്ലാതെ 30, 60, 45 ഇതൊന്നും അല്ലാത്ത ആംഗിൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഇതിൽ തന്നെ തരും. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അവർ തന്നിട്ടുണ്ടാവും sin 50. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 0 പോയിന്റ് സംതിങ് തന്നിട്ടുണ്ടാവും, 0.231 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ. ഇതല്ല കേട്ടോ കറക്റ്റ് വാല്യൂ. ഒരു ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ടാബിളുണ്ട് സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെ ഒക്കെ വാല്യൂ ഉള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഈ ആംഗിൾസ് അല്ലാത്തത് 30, 60, 45 അല്ലാത്ത ആംഗിൾസ് ആണെങ്കിൽ അവിടെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ ക്ലിയർ ആക്കുക കേട്ടോ. സൈൻ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഈ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും നമ്മൾ ആംഗിൾ ഫിക്സ് ചെയ്തതിന് ശേഷം വേണം തീരുമാനിക്കാൻ. ഓക്കെ, കോസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പെർപെൻഡിക്കുലർ സൈഡ് വിച്ച് ഈസ് നോട്ട് ഓപ്പോസിറ്റ് സൈഡ്. അല്ല, രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ടാവും. അതിൽ ഓപ്പോസിറ്റ് സൈഡ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു സൈഡ് ഉണ്ടാവില്ല, ആ ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതുവരെ ഓക്കെ ആണെന്ന് എഴുതുന്നു. നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, length of two sides of a triangle are 8 cm and 10 cm തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 40 ഡിഗ്രി. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും. ഞാൻ ബേസ് 8 ആക്കിയിട്ട് വരക്കുന്നുണ്ട്. എങ്ങനെയാണ് വരക്കാം കേട്ടോ. ഇത് ചെയ്താലും സെയിം ആൻസറിന് കിട്ടുള്ളൂ. ബേസ് ഞാൻ 10 ആക്കി എടുക്കുന്നുണ്ട്, സപ്പോസ് 10 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? വേറൊരു സൈഡ് തന്നിട്ടുണ്ട്, എത്ര? 8 ആണെന്ന്. ക്ലിയർ, 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് ആംഗിൾസ് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ട്രയാങ്കിൾ ഉള്ളത്. ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത് സപ്പോസ് എന്താ കാണേണ്ടത്? വി വാണ്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കാണണം? ഏരിയ കാണണം. ഏരിയ കാണാൻ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഏത്? ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ബിയും വേണം ഹൈറ്റും വേണം അല്ലെ, ബേസും വേണം ഹൈറ്റും വേണം. ബേസും നമുക്കറിയാം എത്രയാണെന്ന്, 10 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് അല്ലെങ്കിൽ എച്ച് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ബി എച്ച് കൊടുക്കാം. റൈറ്റ്. അപ്പോൾ അതിനു വേണ്ടി ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് നോക്കുകയാണ്. പെർപെൻഡിക്കുലർ തേർഡ് വേർട്ടെക്സ് എന്ന് ബേസിലോട്ട് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഹൈറ്റ് വരിക അല്ലെ. ഈ ഒരു ദൂരമാണ് നമ്മുടെ ഹൈറ്റ് വരിക. ഒന്ന് നോക്കി നോക്കാം മക്കളെ. അതായത് നമ്മുടെ ഹൈറ്റും, ഇപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിച്ചു അല്ലേ. ഇത് 40 ഡിഗ്രിയാണ് നമുക്ക് അറിയുന്ന ആംഗിൾ. 40 ഡിഗ്രീനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. തന്നിട്ടുള്ളത് ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ. നമുക്ക് വേണ്ടത് 40 ഡിഗ്രീനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. തന്നിട്ടുള്ളത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റിനെയും ഹൈപ്പോട്ട്ന്യൂസിനെയും കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ്? സൈൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുത്ത് നോക്കുകയാണ്? വെറുതെ sin 40 ഒന്ന് എടുത്ത് നോക്കുമ്പോൾ sin 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എച്ച് ആണ്. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ്. ഇനി ഇതിന് നമുക്ക് എച്ചിന് വേണ്ടി സോൾവ് ചെയ്തുകൂടെ. അപ്പോൾ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 × sin 40 എന്ന് വരും. പിന്നെ sin 40യുടെ വാല്യൂ നമ്മൾ ടാബിൾ നോക്കി കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതിൻ്റെ മുന്നേ ഇനി ടാബിളത്തെ വാല്യൂ ലാസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് നമുക്ക് ആൻസർ എഴുതുന്ന ആ സ്റ്റെപ്പിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബേസുമായി അല്ലെ, നമുക്ക് വേണ്ട കാര്യങ്ങളായി ബിയുമായി എച്ചുമായി നമുക്ക് ഇക്വേഷൻ കൊടുത്തൂടെ. അപ്പോൾ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് എത്ര ആയിരുന്നു? 10 ഇൻറ്റു എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 sin 40 അല്ലെങ്കിൽ 8 × sin 40 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും? sin 40 ആണ്. ഹാഫ് ഇൻറ്റു 10 ഇത് 5 ആയി. 5 × 8 × sin 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വാല്യൂ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വരിക 0.6428 എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും? 14 × 0.6428 എന്ന് വരും. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ചെയ്ത് നോക്കാം.
അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി 6428നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 8 4s are 32, ഇവിടെ 3 വരും. 2 4s are 8, 8ഉം 3ഉം 11, റിമൈൻഡർ 1 കൊടുത്തു. 4 4s are 16, 16ഉം 1ഉം 71, 6 4s are 24, 25. അപ്പോൾ 25712 എന്ന് കിട്ടും, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക 25712. പിന്നെ ഒരു 0 ഇല്ലേ, 14th ഒരു 0 കൂടെ ഉണ്ട്. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് മാറ്റിയിടണം അല്ലേ? ഡെസിമൽ കഴിഞ്ഞിട്ട് 4, അപ്പോൾ 1 2 3 4, അപ്പോൾ ഇവിടെ വരും കേട്ടോ 25.7120. അത്രയും എന്ത് വരും? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ക്ലിയർ ആണോ? ഇനി വേറൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ദ ലെങ്ത് ഓഫ് 2 sides ദ സെയിം? അല്ലെ, സെയിം സൈഡ്സ് തന്നെ, ഇതേ ലെങ്ത് സെയിം തന്നെയാണ്, പക്ഷേ അവർക്കിടയിലുള്ള ആംഗിൾ 140 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം ഉറപ്പായിട്ട്. അതായത് സൈഡ്സ് സെയിം തന്നെയാണ് കേട്ടോ. അതായത് 10 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ്, 8 സെൻറ്റിമീറ്ററും. ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 140. അപ്പോൾ 140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും അല്ലേ? 90നേക്കാളും കൂടുതലുള്ള ആംഗിളൊക്കെ ഈ ഒരു രൂപത്തിലാണ് വരിക. 140 ഡിഗ്രി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 8 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. നമ്മൾ ട്രയാങ്കിൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് കാണണം. ഹൈറ്റ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പെർപെൻഡിക്കുലർ ഹൈറ്റ് വേണം കാണാൻ അല്ലേ? ബേസിനൊന്നും മാറ്റമില്ല. ഇവിടെ ബേസ് എന്ത് തന്നെയാണ്? ക്ലിയർ. ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ തന്നെയാണ് അല്ലേ? ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് നമ്മൾ പെർപെൻഡിക്കുലർ എടുക്കുമ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ അല്ലേ? നമ്മുടെ ഈ ഒരു ദൂരം ഇതാവും നമ്മുടെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്. ഈ ഒരു ദൂരമാണ് നമ്മുടെ എച്ച്. ക്ലിയർ. ഇനി ഇവിടെ 140 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ത് വരും? 40 ഡിഗ്രി വരും. കാരണം എന്താണ്? ലീനിയർ പെയർ അല്ലേ? അതായത് ഒരു ലൈനിൽ ഇത് 140 ആണെങ്കിൽ അപ്പുറത്ത് 180ക്ക് ബാക്കിയുള്ളതായി വരിക അല്ലേ? ഇതിനെ നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വിളിക്കും. അപ്പോൾ നമ്മൾ എച്ച് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയും നമുക്ക് അറിയുന്നത് അല്ലേ, ഈ ഒരു ട്രയാങ്കിൾ നോക്ക്, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ? അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെയും നമുക്ക് എന്തൊക്കെ അറിയാം? അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അറിയാം, 8 ആണെന്ന് അറിയാം. നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിനെയും ഓപ്പോസിറ്റിനെയും കണക്ട് ചെയ്യുന്ന റേഷ്യോ സൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സൈൻ 40 എടുത്ത് നോക്കുമ്പോൾ എന്ത് വരും? h/8 എന്ന് വരും, അല്ലെങ്കിൽ h is equal to 8 sin 40 എന്ന് വരും ഈ കേസിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഏരിയ എന്ത് വരും? ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അതേ ഏരിയ തന്നെ വരും അല്ലേ? ബേസ് 10 തന്നെ, 1/2 × 10 × 8 sin 40 എന്ന് വരും കേട്ടോ. നേരത്തെ അതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അതേ ആൻസറാണ് വരിക. അതെങ്ങനെയാണ് ഇങ്ങനെ ആയെന്നുള്ളത് മനസ്സിലാവും. ഈ ഫിഗർ വെച്ച് ആലോചിച്ചാൽ മതി. എവിടെയും നമ്മൾ സൈൻ 40 തന്നെ എടുക്കാനുള്ള കാരണവും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെയും ആൻസർ 25.7120 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ മൂവിങ് ഇൻ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് റോംബസ് ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? ഒരു റോംബസ് ഉണ്ട്. അപ്പോൾ റോംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആവും, എല്ലാ എന്താവും ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവും. അങ്ങനെയുള്ള പാരലലോഗ്രാമിനെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുക. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള എല്ലാ ആംഗിൾസും അല്ല, എല്ലാ ആംഗിളും ഈക്വൽ ആവില്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ സൈഡ്സ് ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഈ രൂപത്തിലൊക്കെ വരും, റൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ദേ ആർ ഗിവൺ ഇറ്റ് ആസ് 100 ഡിഗ്രി, റൈറ്റ്. ഇനി സൈഡ്സ് ഒരു സൈഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? 5 സെൻറ്റിമീറ്റർ ആണ് എല്ലാ സൈഡും വരിക, റൈറ്റ്. അപ്പോൾ എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ കേട്ടോ. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഏരിയ ആണ്. ഏരിയ പാരലലോഗ്രാം ആവുന്നതുകൊണ്ട് ഇതിൻ്റെ ഏരിയയും നമുക്ക് ഏത് കാണാം? 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ അല്ലേ? ഒരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ ആവും, അല്ലെങ്കിൽ ½ BH + ½ BH, അല്ലെങ്കിൽ BH എന്ന് ആണ് എന്ത് വരിക? ഏരിയ ഓഫ് റോംബസ്. ഇതിൻ്റെയും റോംബസിൻ്റെ ഏരിയയും വരിക. അപ്പോൾ നമുക്ക് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് തന്നെയാണ്? എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ബേസും നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് ഹൈറ്റ് എടുക്കുക? പെർപെൻഡിക്കുലർ ഹൈറ്റ് വേണം എടുക്കാൻ, റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. അത് ബേസിൽ മുട്ടുന്ന ഈ പോയിന്റിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു 90 ഡിഗ്രി ഉണ്ടാവും, റൈറ്റ്. നമുക്ക് വേണ്ടത് ഇതാണ്. നമുക്ക് വേണ്ട ഹൈറ്റ്. ക്ലിയർ.
ഇനി ഇവിടെ 100 ഡിഗ്രി ആവുകൊണ്ട് ഈ ഒരു ആംഗിൾ എന്താവും അല്ലെ, ഇത് ലീനിയർ പെയർ അല്ലേ, ഇവിടെ ഒരു 100 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 100 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്ത് വരും, ഇതിൻ്റെ 180 മൈനസ് 100 ഡിഗ്രി വരും. അപ്പോൾ 80 ഡിഗ്രി ആവും ഇവിടെ വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളും കിട്ടിയിട്ട് എത്രയാണ്, 80 ഡിഗ്രിയാണ്, റൈറ്റ്. ഇനി നോക്കടാ, ഇപ്പം നമുക്ക് ആവശ്യം എന്താണ്, 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ആവശ്യം. കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് അല്ലേ, ഹൈപ്പോട്ടന്യൂസ് എല്ലാ സൈഡും റോംബസിൻ്റെ 5 ആണ്, അപ്പോൾ ഇതും 5 വരും, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ച് നോക്കാം, സൈൻ 80 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സൈൻ 80 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഓപ്പോസിറ്റ് നമുക്ക് വേണ്ട എച്ച് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എച്ച് ബൈ എന്ത് വരും, 5 എന്ന് വരും, റൈറ്റ്. ഇതിന്ന് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 5 ഇൻറ്റു സൈൻ 80 എന്ന് വരും, റൈറ്റ്. നമുക്ക് ഹൈറ്റ് കിട്ടി. ഇത് ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, ലാസ്റ്റ് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ബേസുമായി ഹൈറ്റുമായി നമുക്ക് ഡയറക്റ്റ് ഏരിയ കാണാം. ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, ഹൈറ്റ് 5 സൈൻ 80. അപ്പോൾ എന്ത് വരും, 25 ഇൻറ്റു സൈൻ 80യുടെ വാല്യൂ ഒന്നുമില്ലെങ്കിൽ ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് 0.9848 എന്നാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 9848 ഇൻറ്റു 25 ചെയ്ത് നോക്കിയാൽ മതി. 8 4s are 40, റിമൈൻഡർ 4 5s are 20, 20യും 24 വരും. 8 5s are 40, 42 വന്നു. 4 9 5s are 45, 49, 45 plus 4 49, 2 8s are 60, 9 1 2 4s are 8, 8 plus 1 9, 2 8s are 16, 2 9s are 18, 18 plus 1 90. Clear? Then it become 0 0 1 12 1 16 1 40 1 4 2 4 6 2 0 0. എത്ര ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് are there, therefore in the answer also there should be 4 digits. 0 0 24.6200 അല്ലെങ്കിൽ 24.62 യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ഓക്കെ,